സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് സീരീസിൻ്റെ ഒന്നാമത്തെ വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ജാവാസ്ക്രിപ്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ആക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്രോഗ്രാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇതിനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അതിലൊന്നാമത്തത് Node.js. നമ്മൾ ഗൂഗിളിലേക്ക് പോയിട്ട് Node.js എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വേർഷൻ കാണാം. ഒന്ന് ലോങ് ടേം സപ്പോർട്ട്, രണ്ടാമത്തെ ലേറ്റസ്റ്റ് വേർഷൻ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ LTS എന്താണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലോങ് ടേം സപ്പോർട്ടാണ്. അതായത് കുറേ കാലത്തേക്ക് ആ ഒരു Node.jsൻ്റെ വേർഷന് നമുക്ക് ഡെവലപ്പർ സപ്പോർട്ട് കിട്ടും. അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ നോക്കണ്ട. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ലേറ്റസ്റ്റ് വേർഷൻ എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. നോർമലി നമ്മൾ ഏത് ആപ്പ് ഇൻസ്റ്റാൾ ആക്കുന്നത് പോലെയും ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വിൻഡോസ് ഇൻസ്റ്റാളർ ഉണ്ട്, ലിനക്സിൻ്റെ ഉണ്ട്, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാളർ ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് VS കോഡാണ്. VS കോഡ് എന്ന് പറയുന്നത് ഒരു കോഡ് എഡിറ്ററാണ്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഗൂഗിളിൽ VS കോഡ് സെർച്ച് ചെയ്താൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്താൻ പറ്റും. VS കോഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കോഡ് എഡിറ്ററാണ്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി കോളേജിലോ സ്കൂളിലോ കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് മോസ്റ്റ്ലി ടെക്സ്റ്റ് എഡിറ്റേഴ്സിലായിരിക്കും കോഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാകുക. അപ്പോൾ അത് അവരുടെ പല കാരണങ്ങളുണ്ടാവും. പക്ഷേ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും കോഡ് എഴുതാൻ വേണ്ടി യൂസ് ചെയ്തില്ല. കാരണം അത് ചെയ്തവർക്കറിയാം ഒരുപാട് മിസ്റ്റേക്ക് വരും, അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്സ്. സെയിം ടൈമിൽ നമ്മൾ VS കോഡ് പോലത്തെ ഏതെങ്കിലും നല്ലൊരു കോഡ് എഡിറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കോഡിങ്ങിൻ്റെ ഫ്ലോ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല രീതിയിലൊരു ഫ്ലോ ആയിട്ട് നമുക്ക് കോഡ് ചെയ്ത് കൊണ്ടുപോകാം. അതേപോലെ തന്നെ ഒരുപാട് വേണ്ടാത്ത ഇതേപോലത്തെ മിസ്റ്റേക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് കാര്യം അറിയാം, സിൻടാക്സ് അറിയാം, ഒക്കെ അറിയാം. പക്ഷേ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള മിസ്റ്റേക്ക് വരും. കാരണം എത്ര നമ്മൾ നോക്കി ടൈപ്പ് ചെയ്താലും ചില ടൈപ്പിംഗ് എറേഴ്സും ഹ്യൂമൻലി മിസ്റ്റേക്സും ഒക്കെ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ ഒരു VS കോഡ് പോലത്തെ കോഡ് എഡിറ്റേഴ്സ്. സോ തീർച്ചയായിട്ടും ഇതേപോലെ ഒരു കോഡ് എഡിറ്റർ യൂസ് ചെയ്യുക, ടെക്സ്റ്റ് എഡിറ്റർ ആവുന്നത്ര അവോയ്ഡ് ചെയ്യാം. സോ VS കോഡിൻ്റെ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്സും വളരെ സിമ്പിളാണ്. നമ്മളിത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് കുറച്ച് ചെക്ക് ബോക്സുകൾ ഉണ്ടാവും, ഒരു 4-5 ചെക്ക് ബോക്സ് ഉണ്ടാവും. അതൊക്കെ ചെക്ക് ആണെന്ന് നോക്കണം. ഇൻ കേസ് ഏതെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊന്ന് ടിക്ക് ചെയ്യുക, ചെക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ രണ്ട് സെറ്റപ്പും വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കണം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ചെറിയൊരു കോഡ് റൈറ്റ് ചെയ്തിട്ട് റൺ ചെയ്യാൻ പോവുകയാണ്. സോ അതിനായിട്ട് നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യാം. ഇതാണ് VS കോഡിൻ്റെ ഐക്കൺ. ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ഇതേപോലൊരു ക്യാൻവാസ് കിട്ടും. ഞാനൊന്ന് മാക്സിമൈസ് ചെയ്യണം. ഇവിടെ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് കാണാം. നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഫയൽസിൽ വരിക, ന്യൂ വിൻഡോ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെ ഒരു വിൻഡോ ഓപ്പണായി വരും, പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഏകദേശം നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് തന്നെയാണ് കാണാൻ പറ്റുക. സോ ഇനി നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് ടോപ്പ് കോർണറിലൊരു ഓപ്ഷൻ കാണാൻ പറ്റും, എക്സ്പ്ലോറർ എന്ന് പറഞ്ഞിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്കൊരു ഫോൾഡർ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഡെസ്ക്ടോപ്പിലൊരു ട്യൂട്ടോറിയൽ എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്. അത് ഞാനിവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യാം, നോ ഇഷ്യൂ. സോ ഇതിവിടെ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഈ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്താലും അതൊക്കെ നമ്മൾ വരുന്നത് ഈ ഒരു ഫോൾഡറിൻ്റെ അണ്ടറിലായിരിക്കും. സോ നമുക്ക് എങ്ങനെയാണ് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ നമ്മളെ ഒരു ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മുടെ ഫയലിൻ്റെ പേര്, ഇപ്പോൾ ഞാനിവിടെ 1 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ .js ആണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ എക്സ്റ്റൻഷൻ. അത് കൊടുക്കുക, എന്നിട്ട് എൻ്റർ കൊടുക്കുക. സോ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് റൈറ്റ് സൈഡിൽ ആ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ എന്ത് വേണമെങ്കിലും ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം, എത്ര ലൈൻ വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം, നോ ഇഷ്യൂ. സോ ഇവിടെയാണ് നമ്മുടെ കോഡ് എഴുതേണ്ടത്. സോ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാം. ബേസിക്കലി അത് ഹലോ വേൾഡ് ആയിരിക്കും, നമുക്കത് തന്നെ ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സിൻടാക്സ് ഉണ്ട്, 1-2 വേർഡ്സ് മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് console.log ബ്രാക്കറ്റ് ഇടുക, അതിനുള്ള ഡബിൾ കോട്ട്സ് ഇടുക, എന്നിട്ട് നമ്മുടെ മെസ്സേജ് കൊടുക്കുക, ഹലോ വേൾഡ്. ഓക്കെ,
അപ്പോൾ ഇത്രയും നമുക്കൊരു പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റിൽ ആവശ്യമുള്ളൂ. നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജാവ സി ഇതിലൊക്കെ അത് നമുക്ക് കുറച്ചും കൂടി ബോയിലർ പ്ലേറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി കോഡ് കൂടുതലായിട്ട് എഴുതേണ്ടി വരും. പൈത്തണിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിളാണ്, ഏകദേശം ഇതേപോലെ തന്നെയാണ്. സോ ഇനി നമുക്കിത് റൺ ചെയ്യണം. എങ്ങനെയാണ് റൺ ചെയ്യണം നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങളുടെ കോഡ് നിങ്ങൾ സേവ് ചെയ്യാം. Ctrl+S അടിക്കാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സേവ് കൊടുക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഇനി നമുക്ക് അത് റൺ ചെയ്യണം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു പോർഷൻ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു പോർഷൻ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഇതെങ്ങനെ എടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോൾഡർ സ്ട്രക്ചർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്ലോറർ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഓപ്പൺ ഇൻ ഇൻ്റഗ്രേറ്റഡ് ടെർമിനൽ കൊടുക്കുക. സോ നമുക്കിവിടെ കിട്ടുന്നത് ഒരു കമാൻഡ് പ്രോംപ്റ്റിൻ്റെ ഒരു വിൻഡോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ യൂസർ പേര് ഡെസ്ക്ടോപ്പ്, അതിനുള്ളിൽ നമുക്ക് ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിനുള്ളിലാണ് ഇപ്പോൾ നമ്മുടെ ടെർമിനലുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കോഡ് റൺ ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ നോഡെന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫയലിൻ്റെ പേര് 1.js ഇത് നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഇപ്പോൾ റൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഹലോ വേൾഡ് എന്ന് വന്നിട്ടുണ്ട്. ഇത്രയേ നമുക്കൊരു പ്രോഗ്രാം റൺ ചെയ്യാൻ ആവശ്യമുള്ളൂ. സോ ഇപ്പോൾ നമ്മുടെ സെറ്റപ്പ് കംപ്ലീറ്റ് ആണ്, നമ്മുടെ കോഡ് റൺ ആവുന്നുണ്ട്, ഒക്കെ സെറ്റാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് ഇത് റൺ ആവുന്നില്ല, എന്തെങ്കിലും എറർ വന്നു വെച്ചാൽ ആദ്യം നിങ്ങൾ നോഡ് -v കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നോഡിൻ്റെ വേർഷൻ കാണാം. അത് നിങ്ങളുടെ വേർഷൻ എന്താണോ അത് കാണിക്കും, 24 25 വാട്ട് എവർ ഇറ്റ് മേ ബി. ഇനി നമ്മൾ npm -v ഇത് രണ്ടും നമുക്കൊരു പാക്കേജിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. നോഡ് എന്ന് പറയുന്ന പാക്കേജിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് npm-ഉം നോഡും വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതെവിടുന്ന വന്നെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അതൊക്കെ ഒരുമിച്ച് വരുന്നതാണ്. ഓക്കെ, ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ വേറെ സീനൊന്നും ഉണ്ടാവില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൽ ഏതിലെങ്കിലും എറർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഫിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മോസ്റ്റ്ലി പാത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും, അത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതൊരു കമൻറ്റ് റിപ്ലൈ ആയിട്ടോ വീഡിയോ ആയിട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ മെയിൻ പരിപാടികൾ ഇനി വരുന്ന വീഡിയോസിലാണ്. വേരിയബിൾസ്, ഡാറ്റ ടൈപ്സ്, ഫങ്ഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ലൂപ്പ്, അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നോക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ സേഫ്, സ്റ്റേ ബ്ലെസ്ഡ്. ഓക്കെ, ബൈ.